നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കാലത്ത് ഹരിതമോള് ഇതല്ലാതെ ഒരു വക കഴിക്കില്ലായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിൽ അത്താഴത്തിനും അവൾക്ക് ഇത് മതി. ബിരിയാണി പൊട്ട് ഹരിതയ്ക്ക് ഇഷ്ടം. അപ്പൊ ഇത് കൊടുക്കാനെന്ന പേരില് വന്ത്രിന്റെ വീട്ടിൽ പോകാം. ഞായറാഴ്ച ആയതുകൊണ്ട് അവൾ ഇന്ന് വീട്ടിൽ തന്നെ കാണും. ഇവനാരടാ? കൗൺസിലറോ? ബോധവൽക്കരണ ക്ലാസ് എടുത്താൻ പോയിരിക്കുന്നു. ഹലോ എടതി, എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നിനക്കറിയാലോ, വന്ദനയ്ക്ക് ആരെക്കാളും ഇഷ്ടം ദിയമോളയാ. ഒരർത്ഥത്തിൽ പറഞ്ഞ അവള് ജീവിതം ആ കുട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നെന്ന് പറയുന്നതാ സത്യം. അങ്ങനെയുള്ളപ്പോ ആ കുട്ടിയെ ഭിക്ഷക്കാരിൽ നിന്ന് രക്ഷിച്ചവനോട് അവളുടെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടാവും. ഉണ്ട്. ദിയമോള് വഴി പ്രണയത്തിന്റെ ലോകത്തേക്ക് പിടിച്ചു കയറാൻ എളുപ്പമായിരിക്കും. ഏട്ടത്തി പറയുന്നത് ശരിയാ, പക്ഷേ അനിയ, ഒരു പെണ്ണിന്റെ മനസ്സിൽ പ്രണയം തോന്നാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ കാത്തിരിക്കണം. കാലമൊരിക്കൽ നിന്റെ പ്രണയത്തിന് മറുപടി തരും, ഉറപ്പ്. അപ്പോ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓൾ ദ ബെസ്റ്റ്. നിധി, നീ അവനോട് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതെന്തിനായിരുന്നു? അതോ, കിട്ടി. നിങ്ങൾ അറിഞ്ഞില്ലേ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് ജയിക്കാൻ വേണ്ട എല്ലാ ഉപദേശങ്ങളും കൊടുത്തത് നിങ്ങളുടെ ജഗനാ. ആണോ? ട്രംപ് ഇപ്പൊ ജഗനോട് സംസാരിച്ച് ഫോണ് കട്ട് ചെയ്തതേ ഉള്ളൂ. അതിന്റെ പേരില അഭിനന്ദിച്ചത്. ട്രംപിനെ പരിചയമുണ്ടെന്ന് അവനോട് പറഞ്ഞില്ലല്ലോ. ഓ, അത് ശരി, അവൾ എന്നെ ആക്കിയതാ. വന്ദനമ്മയേക്കാൾ നന്നായി ജഗനങ്ങള് പറഞ്ഞുതരൂ. നിർത്തടി. അതെ, വ്യായാമം നിർത്താനല്ല പറഞ്ഞത്, നിന്റെ വാചകം നിർത്താനാ. ചെയ്തോ മോളെ? വേദനയുണ്ടോ? ഏത് സമയത്തും അവളുടെ ഒരു ജഗനങ്ങള്. വ്യായാമം ചെയ്യുമ്പോ കോൺസെൻട്രേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞത് നീ മറന്നോ? നോക്ക്, ഇനി അയാളുടെ പേര് പറഞ്ഞ രാത്രി മുഴുവൻ ഞാൻ നിന്നെ വ്യായാമം ചെയ്യിപ്പിക്കും. നോക്കിക്കോ. പാവല്ലേ ജഗനങ്ങള്? ആണോ? എങ്കില് പോയി ആ പറഞ്ഞ ആൾക്ക് കൂട്ടിയിരിക്കെ. വന്ദനം എന്തിനാ പാവത്തോട് ദേഷ്യം കാണിക്കുന്നേ? അത് നിനക്കറിയണോ? എങ്കിലേ നീ അറിയണ്ട. എന്നെ ആ പിച്ചക്കാരായിരുന്നു രക്ഷിച്ചത്. രക്ഷിച്ച കഥയൊന്നും പറയണ്ട. ഏത് നേരവും ഭിക്ഷക്കാരിന്ന് രക്ഷിച്ച കഥ, അത് മാത്രമേ ഉള്ളൂ? അല്ല, പിന്നെയുണ്ട്. വിഷ്ണപ്പോൾ എനിക്ക് വയറ് നിറച്ച് ഫുഡ് വാങ്ങി തന്നത് ജഗനങ്ങളാ. എന്തിന്? അങ്കിള് അതിന് ക്യാഷ് പോലും വാങ്ങിയില്ല. അതിന് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കണക്ക് പറഞ്ഞ് ക്യാഷ് വാങ്ങുമായിരുന്നു. ആഹാ. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കാല് ശരിയാക്കാനുള്ള വ്യായാമങ്ങള് മുഴുവൻ പറഞ്ഞു തന്നു. അതിന്? അതിനൊന്നുമില്ല. ഇല്ലല്ലോ. ഇനി ആ പേര് മിണ്ടി പോരുത്, മനസ്സിലായോ? വാചകത്തിന്റെ ഇടയിൽ വ്യായാമം നിർത്തിയോ? റെസ്റ്റ് എടുത്തതാ. റെസ്റ്റ് എല്ലാം പിന്നെ. മര്യാദയ്ക്ക് വ്യായാമം ചെയ്യ. ജഗനങ്ങള് പറഞ്ഞ ഏത് വ്യായാമ ചെയ്യേണ്ടത്? നിന്നോടല്ലേ പറഞ്ഞത് അയാളുടെ പേര് പറയരുതെന്ന്? ക്ഷീണിച്ചോ? പറ്റില്ല, ഇനിയും റിപ്പീറ്റ് ചെയ്യണം.
കരയാതിരിക്കെ, മോള് കരയാതിരിക്കെ. സാരമില്ല. മോള് കരയാതിരിക്കെ. നല്ലതുപോലെ വ്യായാമം ചെയ്ത് മോളുടെ കാല് നേരെയാക്കണ്ടേ? അതിനല്ലേ ഞാൻ ഈ പാടൊക്കെ പെടുന്നേ. ചകരങ്ങള് ഭിക്ഷക്കാരെ കയ്യിൽ നിന്ന് രക്ഷിച്ചല്ലേ ആയിരുന്നെങ്കിൽ വന്ദനമ്മയ്ക്ക് എന്നെ കിട്ടുമായിരുന്നോ? ആ നന്ദി കൊണ്ടല്ലേ തീയമോൾ അങ്കിളിനെ ഇഷ്ടപ്പെടുന്നത്. സമ്മതിച്ചു. നന്ദി ഒന്നും മറക്കണ്ട. വന്ദനമ്മ തോറ്റിരിക്കുന്നു. പോരെ? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തെറാപ്പി സെന്റർ പ്രവർത്തനമില്ല. അപ്പൊ അവിടെ ചെന്നാലും വന്ദനയെ കാണാൻ പറ്റില്ല. വന്ദന ഇന്ന് വീട്ടിലുണ്ടാവും. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ശരിയല്ല. എന്താ ഒരു മാർഗം? എന്തായാലും വന്ദനയെ കണ്ടേ പറ്റൂ. ജഗ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ വേണ്ട, എനിക്ക് നല്ല തിരക്കുണ്ട്. പ്രണയം മുട്ടിടുന്ന സമയത്ത് വിശപ്പും ദാഹവും വേനലും മഴയൊന്നും അറിയില്ലെന്ന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ജഗ, ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാ. അച്ഛമ്മയുടെ പ്രിപ്പറേഷനാ. എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റോ? നല്ല മണം അടിക്കുന്നുണ്ട്. എന്നാ അച്ഛമ്മയുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഈ പ്രണയിക്കാൻ ഒരു ഊർജം വരട്ടെ. അച്ഛമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി പുട്ട് ഹരിത മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കാലത്ത് ഹരിത മോള് ഇതല്ലാതെ ഒരു വക കഴിക്കില്ലായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിൽ അത്താഴത്തിനും അവൾക്ക് ഇത് മതി. ബിരിയാണി പുട്ട് ഹരിതയ്ക്ക് ഇഷ്ടം. അപ്പൊ ഇത് കൊടുക്കാനെന്ന പേരില് വന്ദനയുടെ വീട്ടിൽ പോകാം. ഞായറാഴ്ച ആയതുകൊണ്ട് അവൾ ഇന്ന് വീട്ടിൽ തന്നെ കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.